നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്നും 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം മുൻപന്തിയിലാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ സംസ്ഥാനം വെല്ലുവിളി നേരിടുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരിമാടി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്നും 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93-ൽ നിന്ന് 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാരിന് മെഡിക്കൽ കോളേജിനോടുള്ള സമീപനം ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ബ്ലോക്ക്, കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രം, ക്യാൻറ്റീൻ കം ഗസ്റ്റ് റൂം, 12 കോടിയിലധികം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച വിവിധ ചികിത്സാ ഉപകരണങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് ഇന്ന് അതിന്റെ എണ്ണം 923. 93-ൽ നിന്ന് 923 ഓക്സിജൻ ബെഡുകളിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡ് സംവിധാനം എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഒട്ടനവധി തുകകൾ അനുവദിച്ചുകൊണ്ട് ഇനി ഇവിടെ പൂർത്തീകരിക്കാനുള്ള, കാരണം പലതും പ്ലാൻ ഫണ്ടിൽ തുടങ്ങിയതാണ്. പ്ലാൻ ഫണ്ടിലായതുകൊണ്ട് ഓരോ ഘട്ടത്തിലും അതാത് വർഷം ആ പ്രോജക്റ്റ് വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് കൂടാതെ ഞാൻ നിരന്തരമായി എല്ലാ മാസവും ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് 1200 ആയിരുന്ന OP ഇന്ന് 3095 പേരിലേക്ക് എത്തി. 35-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും ഇവിടെ നടത്തി. 2022 മുതൽ സർക്കാർ മേഖലയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കാനായി. 2 മെഡിക്കൽ കോളേജുകളിൽ ഇത് വിജയകരമായി തുടരുന്നു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സലാം MLA അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ തോമസ് മാത്യു, കളക്ടർ അലക്സ് വർഗീസ്, ജോയിന്റ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ KV വിശ്വനാഥൻ, TDMC പ്രിൻസിപ്പൽ ഡോക്ടർ മെറിയം വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ കോശി പണിക്കർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് T സജിത്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത പ്രദീപ്, T ജയപ്രകാശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A അബ്ദുൽ സലാം, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I റംല ബേബി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളെ മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു. പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച വള്ളംകളിയാണ് സെപ്റ്റംബർ 28-ന് പുന്നമടക്കായലിൽ നടക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. Tarigido,
ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന ജലോത്സവമാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത്. വള്ളംകളി മാറ്റിവെച്ചതോടെ വള്ളംകളി പ്രേമികളുടെയും ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സെപ്റ്റംബർ 28-ന് വള്ളംകളി നടത്താൻ തീരുമാനിച്ചത്. ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളിയിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ പങ്കെടുക്കും. നെഹ്റു പവലിയന്റെയും ഫിനിഷിംഗ് പോയിന്റിലെ ഗാലറിയുടെയും പണികൾ അവസാന ഘട്ടത്തിലാണിപ്പോൾ. വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോരാതെ കാണികളിലേക്ക് എത്തിക്കുന്നതിനായി ദൂരദർശൻ ഉൾപ്പെടെയുള്ള തത്സമയ സംപ്രേഷണ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നെഹ്റു ട്രോഫിയിൽ ഇത്തവണ ആര് മുത്തമിടും എന്നറിയാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആവേശത്തിന്റെ തുഴയെറിയുന്നതും കാത്ത് ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികളാണ് കരയിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ കാത്തിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേവിഷബാധ പ്രതിരോധം തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശവുമായി ലോക പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ഒന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് ഉണ്ടാവാതെ പ്രതിരോധിക്കാം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഫെയിൽസാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പേവിഷബാധ ഉണ്ടായ ആള് മരണത്തിന് കീഴടങ്ങും. അപ്പം ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഇതിന്റെ ഫേസ്, ഈ 2 ഇതാണുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആൾക്കാർക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക. പിന്നെ ഈ പേവിഷബാധ ഉറപ്പായിട്ട് അറിയാമല്ലോ, മൃഗങ്ങൾ വഴിയാണ് നമുക്ക് വരുന്നത്. ഈ മൃഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയൊരു. RMO ഡോക്ടർ പ്രതീക്ഷ പുളിക്കുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KI ഷേർലി വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ പേവിഷബാധ പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പേവിഷബാധ 100% മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവെപ്പും ആവശ്യമായ മറ്റു ചികിത്സകളെ കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് എനിക്കറിയാം. രോഗബാധിതരായ പട്ടി, പൂച്ച, കുരങ്ങൻ, വവ്വാൽ, വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ചടങ്ങിൽ സംബന്ധിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും സീനിയർ നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് KVM കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടിയും വേദിയിൽ അരങ്ങേറി. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം മുൻപന്തിയിലാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ സംസ്ഥാനം വെല്ലുവിളി നേരിടുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. കരുമാടി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം മുൻപന്തിയിലാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ സംസ്ഥാനം വെല്ലുവിളി നേരിടുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. 5 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി പൂർത്തിയാക്കുന്ന കരുമാടി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ കാണുന്നത് പോലെ നമ്മുടെ കരുമാടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി 2021 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായിട്ട് ഉയർത്തപ്പെട്ടത്. വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം കൂടി ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ഈ ഡിസ്പെൻസറിക്ക് NABH അക്രഡിറ്റേഷൻ ലഭിച്ച നമ്മുടെ സംസ്ഥാനത്തെ
ആദ്യ 150 ഡിസ്പെൻസറികളിൽ ഒന്നാണ് കരുമാടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലുള്ളത്. ഇതിലൊരു ചെറിയ ചരിത്രം കൂടിയുണ്ട്. കാരണം നമുക്ക് മോഡേൺ മെഡിസിനിൽ ആശുപത്രികൾക്കൊക്കെ പലതരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷനും മാനദണ്ഡവും ഒക്കെ ഉണ്ട്. ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതല്ലെങ്കിൽ പലതരത്തിൽ ആ രീതിയിൽ മാനദണ്ഡ പ്രകാരം ഗുണനിലവാരം നിശ്ചയിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ആയുർവേദ രംഗത്ത്, ആയുഷ് രംഗത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആ രീതിയിൽ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നില്ല. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ആയുർവേദ ചികിത്സ കൊണ്ട് കഴിയും. ഇതിനായി സംസ്ഥാനത്ത് 10,000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കും. കേന്ദ്ര ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും യോഗ പരിശീലന കേന്ദ്രങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ് ഹെൽത്ത് മിഷന്റെ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ 150 ആയുർവേദ ആശുപത്രികൾക്ക് അംഗീകാരം നൽകിയതിൽ കരുമാടി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ YM ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R ജയരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അപർണ സുരേഷ്, ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PD ജയേഷ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള നിറച്ചാർത്ത മത്സരം, സ്കൂൾ പൊതുവിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച കമന്ററി മത്സരം, ഭാഗ്യചിഹ്നത്തിന് പേര് നിർദ്ദേശിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത വിജയിക്ക് സ്വർണ്ണ നാണയം, കഴിഞ്ഞ വർഷത്തെ പ്രവചന മത്സര വിജയികൾക്കുള്ള PT ചെറിയാൻ സ്മാരക ക്യാഷ് പ്രൈസ്, തീം സോങ് രചയിതാവിനുള്ള മെമന്റോ തുടങ്ങിയവയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ KS സുമേഷ്, കമ്മിറ്റി അംഗങ്ങളായ റോയ് പാലത്ര, PK ബൈജു, KA കബീർ, സുഭാഷ് ബാബു, അബ്ദുൽ സലാം ലബ്ബ, രമേശൻ ചെമ്മ പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ ദിനം ആചരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 26 ജീവനക്കാരും അധ്യാപകരും അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിച്ചു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് കിഴക്കുവശം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടത്തിയ കൂട്ടധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ S നായർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മേഖലയിലും അതുപോലെ തന്നെ പൊതു രംഗത്തുമെല്ലാം പൊതുമണ്ഡലങ്ങളിലുമെല്ലാം സ്വീകരിക്കുന്ന ജനവിരുദ്ധവും സാമ്പത്തികവുമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികളുമെല്ലാം എന്റെയും നമ്മുടെയും ഈ സമൂഹത്തിന്റെ ആകമാനമുള്ള ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഏറ്റവും സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടായിരുന്ന നിർവചിക്കപ്പെട്ട FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C ദിലീഷ് സ്വാഗതം പറഞ്ഞു. റെയിൽവേ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുൽ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
ആലപ്പുഴ റബ്ബർ ഫാക്ടറി ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. കരാർ നിയമനങ്ങൾ റെയിൽവേയിൽ നടത്തുന്നു. ഇത്തരത്തിൽ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുകയും റെയിൽവേയെ തകർക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾക്കെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ ശക്തമായ മുദ്രാവാക്യം ഉയർത്തുന്നത്. നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇവിടെ ഈ റെയിൽവേയുടെ ഈ അവഗണനയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ യാത്രാ അവകാശം ഇല്ലാതാക്കുകയാണ്, ലംഘിക്കപ്പെടുകയാണ്. അതിനെതിരായിട്ട് വലിയ സമരം ഇനിയും നടത്തേണ്ടി വരും. ഇവിടെ ഞങ്ങളിപ്പോൾ സമരം ചെയ്ത് ഇവിടെ വന്ന് അവസാനിപ്പിച്ച് ഇവിടെ ഞങ്ങൾ ഈ യോഗം നടത്തി പിരിയുകയാണ്. ഇനിയും നമുക്ക് സമരം നടത്തേണ്ടി വരും. ചിലപ്പോൾ ട്രെയിൻ തടയേണ്ടി വരും, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ പോയി കുത്തിയിരിക്കേണ്ടി വരും. ഇന്ന് ഡിവിഷണൽ ഓഫീസുകളിൽ സമരം നടക്കുമ്പോൾ ഡിവിഷണൽ ഓഫീസിൽ അവിടെ ഉപരോധിക്കും. ആ നിലയിലുള്ള സമരങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. വലിയ ശക്തമായ സമരങ്ങൾ വലിയ ജനങ്ങളെ അണിനിരത്തി, ചെറുപ്പക്കാരെ അണിനിരത്തി സംഘടിപ്പിക്കേണ്ടി വരും. ഡിവൈഎഫ്ഐ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ദിനൂപ് വേണു ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ചാമുവേൽ സ്വാഗതം പറഞ്ഞു. ആർ അശ്വിൻ, പി എ അൻസർ, എസ് മുകുന്ദൻ, അനുപ്രിയ, ദിനൂപ്, എം എസ് അരുൺ, ജി ശ്രീജിത്ത്, വിഷ്ണു ഗോപിനാഥ്, എസ് അഷ്കർ, എം സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം 93 നിന്നും 923 ഉയർത്താൻ സാധിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 കളിവള്ളങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നീതി ആയോഗിന്റെ പട്ടികയിൽ കേരളം മുൻപന്തിയിലാണെങ്കിലും ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ സംസ്ഥാനം വെല്ലുവിളി നേരിടുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരിമാടി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.